നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 98. ഇതുവരെ നാം ഒരു വസ്തുവിങ്ങറിഞ്ഞീല, അതിസുഖമെന്നനിശം കഥിക്കയാലേ. മതി മുതലായവ മാറിയാലും ആത്മസ്വതയഴിയാതറിവെന്ന് ചൊല്ലിടേണം. ആത്മോപദേശ ശതകത്തിലെ 97 ശ്ലോകങ്ങൾ നാം പഠിച്ചു. അതേപ്പറ്റിയെല്ലാം മനനം ചെയ്തു. അതിനുശേഷം ഇതുവരെ നാം ഒരു വസ്തുവും അറിഞ്ഞില്ലെന്ന് പറയുന്നത് കേട്ടാൽ അത് അവിശ്വസനീയമായി തോന്നും. അതുകൊണ്ട് വല്ലാത്ത നിരാശയും ഉണ്ടാകും. കഴിഞ്ഞ ശ്ലോകത്തിൽ നാം മനസ്സിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ബുദ്ധിയുടെയും ഗതിയെ സോപാധിക പ്രപഞ്ചത്തിൽ നിന്നും അഖണ്ഡമായ മൗനഘനാമൃതാബ്ധിയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യകതയെപ്പറ്റി പറഞ്ഞു. അതായത് അണുവിൻ്റെ ലോകത്തു നിന്നും വിഭുവിൻ്റെ നിരവയവമായ സീമയില്ലായ്മയിലേക്ക്. അത് സാധിക്കുന്നതുവരെയുള്ള നമ്മുടെ അറിവ് സോപാധികമാണ്. അതുകൊണ്ടാണ് നാം ഇത് അതിനേക്കാൾ കൊള്ളാം, ഈ പാനപേയങ്ങൾ എനിക്ക് അത്യന്തം സുഖകരമായി തോന്നുന്നു, ഈ ചുംബനാലിംഗനാദികൾ എനിക്ക് അതിനേക്കാൾ ആനന്ദകരമായിരിക്കുന്നു എന്നിങ്ങനെ വിഷയങ്ങളെ ഉപാധികളാക്കിക്കൊണ്ട് മൂല്യനിർണയം ചെയ്യുന്നത്. യാതൊന്നിനാണോ അസ്ഥിതയുള്ളത് അതാണ് വസ്തു. ഐന്ദ്രികവും മാനസികവുമായി അറിയപ്പെടുന്നതെല്ലാം വിശ്ലേഷണം ചെയ്തു നോക്കുമ്പോൾ അസത്തയായി മറഞ്ഞു പോകുന്നു. ഒരു സദ്വസ്തുവേയുള്ളൂ. അതിനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അത് അന്യമായിരിക്കുന്നിടത്തോളം ഇതുവരെ നാം ഒരു വസ്തുവിങ്ങറിഞ്ഞില്ല എന്നു തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതുവരെ എന്ന് പറഞ്ഞതിന് നിരവയവും അഖണ്ഡവുമായ സച്ചിദാനന്ദത്തിൽ വിലയം പ്രാപിക്കുന്നതുവരെ എന്നർത്ഥം പറയണം. അധിഷ്ഠാനം ബുദ്ധിഗ്രാഹ്യമാണ്. എന്നാൽ ഇന്ദ്രിയങ്ങളും മനസ്സും അധ്യാസത്തെ മാത്രമേ കാണുന്നുള്ളൂ. സദ്വസ്തു ഒന്നേയുള്ളൂ എന്നു പറഞ്ഞതുപോലെ ആനന്ദവും പലതില്ല. സമ്പത്തും നല്ല ആരോഗ്യവും ബലവും ഉള്ള പണ്ഡിതനായ ഒരു യുവാവിൻ്റെ ആനന്ദത്തെ 100 കൊണ്ട് ഗുണിച്ചതാണ് ഒരു മനുഷ്യ ഗന്ധർവൻ്റെ ആനന്ദം. അതുതന്നെയാണ് നിഷ്കാമനായ ഒരു ശ്രോത്രിയൻ്റെ ആനന്ദം. മനുഷ്യ ഗന്ധർവൻ്റെ ആനന്ദത്തെ 100 കൊണ്ട് ഗുണിച്ചതാണ് ഒരു ദേവഗന്ധർവൻ്റെ ആനന്ദം. അതുതന്നെയാണ് നിഷ്കാമനായ ഒരു ശ്രോത്രിയൻ്റെ ആനന്ദം. ഒരു ദേവഗന്ധർവൻ്റെ ആനന്ദത്തെ 100 കൊണ്ട് ഗുണിച്ചതാണ് പിതൃക്കളുടെ ചിരലോകാനന്ദം. അതുതന്നെയാണ് നിഷ്കാമനായ ഒരു ശ്രോത്രിയൻ്റെ ആനന്ദം. ഇങ്ങനെ ബ്രഹ്മാനന്ദം വരെ പല പ്രാവശ്യം സോപാധികമായ ആനന്ദത്തെ ഗുണിച്ചിട്ടും അതെല്ലാം നിഷ്കാമനായ ശ്രോത്രിയൻ്റെ ആനന്ദത്തിന് തുല്യമാണെന്ന് തൈത്തിരീയോപനിഷത്തിലെ ബ്രഹ്മാനന്ദവല്ലിയിൽ പറയുന്നു. എന്താണ് നിഷ്കാമനായ ശ്രോത്രിയൻ്റെ ആനന്ദം?
എല്ലാ സോപാധിക വിഷയങ്ങളിലുള്ള ആനന്ദഭാവങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളുന്നതും, എന്നാൽ അതിൽ നിന്നെല്ലാം അതിരിക്തമായി കാലദേശ പരിഗണനകൾക്കോ വിഷയങ്ങൾക്കോ വശംവദമാകാതെ നിൽക്കുന്നതുമായ നിരുപാധികമായ ആനന്ദമാണ്. അത് നിരുപമമാണ്. വ്യഷ്ടിഗതമായ സോപാധികതയിൽ ഏറ്റവും അവസാനത്തെ പടിയിൽ, അതായത് അധിഷ്ഠാനത്തോട് ഉത്കടമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത് ബുദ്ധിയാണ്. അതും കാലത്തിന് വിധേയമാവുകയാൽ ഇല്ലാതായി പോകും. ബുദ്ധി നശിച്ചു പോയാൽ പിന്നെ എന്തിരിക്കുന്നു എന്ന് സംശയിക്കുന്നവരുണ്ട്. അത് വാസ്തവം തന്നെ. വ്യഷ്ടിഗതമായ ജീവിതത്തെ സോപാധികമായി വ്യവഹാരക്ഷമമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധിയാണ്. എന്നാൽ വ്യഷ്ടി സമഷ്ടിയിൽ പ്രതീതമാകുന്ന ഒരു വടിവു മാത്രമാണ് ഒരു തരംഗം. ജലത്തിൽ ലയിച്ചതുകൊണ്ട് ജലത്തിൻ്റെ അടിസ്ഥാനപരമായ സത്യം മാറിപ്പോകുന്നില്ല. അതുപോലെ ആത്മാവിൻ്റെ സദ്രൂപതയ്ക്കോ ചിദ്രൂപതയ്ക്കോ ആനന്ദഘനതയ്ക്കോ ഒരിക്കലും ഒരു മാറ്റവും വരുന്നില്ല. മാറ്റമില്ലാത്ത ആ അറിവ് തന്നെയാണ് എല്ലാമെന്ന് ഒരിക്കൽ കൂടി ഓർത്തിരിക്കുക.